ചെറിയൊരു ഗ്രാമത്തിലാണ് സുമതി ജനിച്ചതും വളർന്നതുമൊക്കെ. അവളുടെ അച്ഛനും അമ്മയും ആ ഗ്രാമത്തിൽ നിന്നും സിറ്റിയിലേക്ക് അവളെ പഠിപ്പിക്കുവാനായി വിടും. മറ്റുള്ള ആരും തന്നെ അങ്ങനെ പോയി പഠിച്ചിട്ടേയില്ല. എന്നാൽ സുമതിയുടെ അച്ഛൻ തന്റെ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവളെ സിറ്റിയിലുള്ള കോളേജിലേക്ക് പഠിപ്പിക്കുവാനായിട്ട് വിടുന്നത്. എന്നാൽ സിറ്റിയിലെത്തിയ സുമതി താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാവുകയും വീട്ടുകാർ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ പയ്യനുമായി ഒളിച്ചോടി പോയി വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതോടുകൂടി വീട്ടുകാരുമായിട്ടുള്ള ബന്ധമേ അവൾക്ക് അവസാനിച്ചു. ഏകദേശം ഒരു 2 വർഷം കടന്നുപോയി. സുമതി ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. സുമതി ഫേസ്ബുക്കിലിട്ട ഫോട്ടോ അവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് കാണുകയും ആ ഒരു വിവരം അവളുടെ അച്ഛനെയും അമ്മയും അറിയിക്കുകയുണ്ടായി. അങ്ങനെ ദേ ഇപ്പോൾ സുമതിയെ കാണുവാൻ വേണ്ടിയിട്ട് സുമതിയുടെ അച്ഛൻ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. സുമതിയാണെങ്കിലോ പൂർണ്ണ ഗർഭിണിയും. സുമതി അച്ഛനെ കണ്ടതും ആകെ ഷോക്കായി നിൽക്കുകയാണ്. സുമതിക്ക് കഴിക്കുവാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുമൊക്കെ വാങ്ങിക്കൊണ്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. ഗർഭിണിയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അച്ഛൻ എത്തിയിരിക്കുന്നതും. അച്ഛനെ കണ്ടതും പേടിച്ച സുമതി അകത്തേക്ക് വിളിക്കണോ വേണ്ടയോ എന്നൊന്നും അറിയാതെ വാതിലടയ്ക്കുവാനായിട്ട് പോകുന്ന അതേ സമയം തന്നെ അച്ഛൻ വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുന്നു. സുമതിയുടെ ഹസ്ബൻഡായ ഹരിയും കൂടെ ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറിയ അച്ഛന് തന്റെ മകളെ ഹരി നന്നായിട്ടാണ് നോക്കുന്നതെന്നും മനസ്സിലായി. അവൾ നല്ല ജീവിതമാണ് ജീവിക്കുന്നതെന്നും അച്ഛന് മനസ്സിലായതുകൊണ്ട് തന്നെ നല്ല സന്തോഷമായിരുന്നു സുമതിയുടെ അച്ഛന്. പക്ഷേ സുമതിക്കാണെങ്കിലോ അച്ഛന്റെ ചെറിയ പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് സംസാരിക്കണമെന്നറിയാതെ 3 പേരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഞാൻ ഇവിടെ ഇരുന്നാൽ ഇവർക്ക് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ എന്ന് ചിന്തിച്ച് ഹരി അച്ഛന് കുടിക്കാൻ വെള്ളമെടുക്കുവാനായിട്ട് കിച്ചണിലേക്ക് പോകുന്നു. അതേസമയം അച്ഛൻ സുമതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മോളെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? എന്നോട് നിനക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? എനിക്കിത് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് നിനക്കൊന്ന് തിരക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഈ ഒരു കാര്യം അച്ഛനോട് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇതിന് സമ്മതിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അതെനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പെൺകുട്ടി അന്യമതസ്ഥനെ വിവാഹം കഴിച്ചതിന് അച്ഛനൊക്കെ ചേർന്നല്ലേ അവർക്കുള്ള ശിക്ഷ വിധിച്ചത്. അപ്പോൾ എന്റെ കാര്യം എങ്ങനെയായിരിക്കുമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാമെന്നുള്ള കാര്യമാണ് സുമതി പറയുന്നത്. അതേസമയം അച്ഛന് കുടിക്കുവാനായിട്ടുള്ള വെള്ളവുമായിട്ട് ഹരി വരുന്നു. ഹരിയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കുവാനായിട്ട് അച്ഛന് നല്ല മടിയുണ്ട്. ഞാനിപ്പോൾ കഴിച്ചതേയുള്ളൂ, അതുകൊണ്ട് ദേ ഇവിടെ വെച്ചു എന്ന് പറഞ്ഞ് ടേബിൾ ചൂണ്ടിക്കാണിക്കും. ഹരി അവിടെ വെള്ളം വെച്ചിട്ട് പോകുന്നു. എന്നിട്ട് സുമതിക്ക് കുടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസും കൊണ്ടുവരികയാണ്. ജ്യൂസ് കുടിക്കുവാനായിട്ട് സുമതി തയ്യാറാകുന്നില്ല. എനിക്ക് വേണ്ട എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചില്ലല്ലോ, ഈ ജ്യൂസ് കുടിയെന്ന് ഹരി നിർബന്ധിക്കുന്നു. അങ്ങനെ അവൾ അച്ഛനും പറഞ്ഞതുകൊണ്ട് ജ്യൂസ് കുടിക്കുകയാണ്. ദേ നോക്കച്ച, അച്ഛൻ എന്നെ നോക്കുന്നത് പോലെ തന്നെയാണ് ഹരി എന്നെ കെയർ ചെയ്യുന്നത്. അവൻ എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്യും. അവനൊരു പാവമാണെന്നൊക്കെ ഹരിയെക്കുറിച്ച് സുമതി അച്ഛനോട് പറയുന്നുണ്ട്. അതേസമയം നിനക്ക് യോഗ ക്ലാസ്സിന് പോവാൻ ടൈമായില്ലേ, പോകുന്നില്ലേ എന്ന് ഹരി ചോദിക്കുന്നു. നോർമൽ ഡെലിവറി ആകുന്നതിന് വേണ്ടിയിട്ട് സുമതി ഒരു യോഗ ക്ലാസ്സിന് പോകുന്നുണ്ട്. അതിന് സമയമായതുകൊണ്ടാണ് ഹരി അത് പറഞ്ഞതും. അങ്ങനെ സുമതിയാണെങ്കിലോ അച്ഛനോടൊന്ന് ഫ്രഷ് ആയിട്ട് വരുവാനായിട്ടും പറയും. അങ്ങനെ അച്ഛനാണെങ്കിൽ ബാത്റൂമിലൊക്കെ കയറുന്ന സമയം എല്ലാം ഒന്ന് ചുറ്റും നോക്കുന്നു. തന്റെ മകൾ നന്നായിട്ടാണ് ജീവിക്കുന്നതെന്ന് അച്ഛൻ അതോടുകൂടി മനസ്സിലാവുകയാണ്. യോഗ ക്ലാസ്സിന് പോകുവാൻ വേണ്ടിയിട്ട് സുമതി റെഡിയായി നിൽക്കുന്ന സമയമാണ് അച്ഛനും ഫ്രഷ് ആയിട്ട് വരുന്നത്. അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്, ഞാനും മോളോടൊപ്പം യോഗ ക്ലാസ്സിന് വരാമെന്നായിരുന്നു അച്ഛന്റെ മറുപടി. യോഗ ക്ലാസ്സിന് പോകുവാനായിട്ട് സുമതിയാണ് തന്റെ കാർ പോർച്ചിൽ നിന്നും കാർ ഇറക്കുന്നത്. അത് കണ്ട് അഭിമാനത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അച്ഛൻ. കാരണം അവരുടെ ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീകളോ പെൺകുട്ടികളോ പോലും വണ്ടി ഓടിക്കത്തില്ല. എന്നാലിപ്പോൾ തന്റെ മകൾ വണ്ടി ഓടിക്കുന്നത് കണ്ട് അഭിമാനത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അച്ഛൻ. എന്നാലും കൊച്ചു കുട്ടികളോട് പറയുന്നത് പോലെ സൂക്ഷിച്ച് വണ്ടി ഇറക്ക്, സൂക്ഷിച്ച് ഓടിക്കണേ എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അച്ഛാ, എനിക്കിതൊക്കെ നന്നായിട്ടറിയാം. കുറച്ച് നാളുകളായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നതാണെന്നും സുമതി പറയുന്നു. അങ്ങനെ സുമതി അച്ഛനോടൊപ്പം യോഗ ക്ലാസ്സിലേക്കും എത്തുകയാ. യോഗ ക്ലാസ് എല്ലാം കഴിഞ്ഞ് സുമതിയും അച്ഛനും വീട്ടിലേക്ക് എത്തുന്നു. അച്ഛനും സുമതിയും സംസാരിച്ചിരിക്കുന്ന സമയം, നീ ഇവിടെ നന്നായിട്ടാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരുപാട് സന്തോഷവതിയാണല്ലോ. എനിക്കും അതിൽ ഒരുപാട് സന്തോഷമേ ഉള്ളൂ എന്ന് അച്ഛൻ മറുപടി പറയും. ഇനി ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോവുകയാണെന്ന് അച്ഛൻ പറയുമ്പോൾ, എന്നെ എങ്ങനെയാണോ അച്ഛൻ വളർത്തിയത്, എന്റെ കൈ പിടിച്ച് നടത്തിയത്, അതുപോലെ അച്ഛൻ എന്റെ കുഞ്ഞിനെയും വളർത്തണം, അതാണ് എന്റെ ആഗ്രഹമെന്ന് സുമതി അച്ഛനോട് പറയും. അടുത്ത ദിവസം രാവിലെ തന്നെ അച്ഛനും ഹരിക്കും കുടിക്കുവാനായിട്ടുള്ള ചായയുമായി എത്തുകയാണ് സുമതി. സുമതി അടുക്കളയിലേക്ക് പോയ സമയം തന്നെ അച്ഛൻ ഹരിയോട് പറയുന്നത്, ഞാൻ ഇവിടേക്ക് വന്നത് സുമതിയുടെ വളകാപ്പ് ചടങ്ങ് നടത്തണം, സുമതിയെ നാട്ടിലേക്ക് കൊണ്ടുപോകണം, അത് ചോദിക്കുവാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഹരിയോട് പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് അച്ഛൻ ഇവിടേക്ക് വന്നതെന്നുള്ള കാര്യം ഹരിക്കും സുമതിക്കും നേരത്തെ മനസ്സിലായിരുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് ഹരി പറയുന്നത്, ഇപ്പോഴും അച്ഛൻ ഞാനൊരു ഗ്ലാസ് വെള്ളം തന്നാൽ പോലും അത് വാങ്ങി കുടിക്കില്ല. സുമതിയുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞാണ്. വീട്ടിലല്ലാതെ മണ്ഡപത്തിൽ വെച്ചാണ് വളകാപ്പ് ചടങ്ങ് നടത്തുന്നതെങ്കിൽ എനിക്ക് സമ്മതമാണ്.
ഞാനും എന്റെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുവരാം. അല്ലാതെയാണെങ്കിൽ എനിക്ക് ഓക്കെ അല്ല എന്നാണ് ഹരി പറയുന്നത്. ഹരിയുടെ ആവശ്യം അച്ഛൻ അംഗീകരിക്കുന്നു. അങ്ങനെ അച്ഛൻ സുമതിയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് അങ്ങോട്ട് സുമതി കഴിയുന്നത് അവളുടെ വീട്ടിലായിരുന്നു. വീട്ടിലെത്തിയ സുമതിയെ വളകാപ്പ് ചടങ്ങിന്റെ കാര്യം സംബന്ധിച്ച് ഹരി വിളിക്കും. അച്ഛനൊന്ന് ഫോൺ കൊടുക്കുവാനായിട്ട് ഹരി പറയുമ്പോൾ അച്ഛനെ അന്വേഷിച്ചിറങ്ങുന്ന സുമതി അവിടെയൊന്നും അച്ഛനെ കാണില്ല. തന്റെ ചേച്ചിയോട് അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടാണ് ചേച്ചി എനിക്കറിയില്ല എന്ന് പറയുന്നത്. അനിയനായ ശ്രീയോട് വന്ന് അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരും ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അമ്മയോട് വന്ന് ചോദിക്കുമ്പോഴാണ് അച്ഛൻ എവിടെയാണെന്നുള്ളത് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. അമ്മയ്ക്കിപ്പോഴും സുമതിയോട് പഴയതുപോലെ സ്നേഹം തന്നെയാണ്. പക്ഷേ ബാക്കി എല്ലാവർക്കും സുമതിയോട് നല്ല ദേഷ്യമുണ്ട്. പുറത്തു നിൽക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് അവൾ ഹരി വിളിച്ച് കോൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഹരിയോട് വളകാപ്പ് ചടങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതേസമയം മണ്ഡപത്തിലേക്ക് കസേരയുമൊക്കെ കൊണ്ടുപോകുന്ന സമയം 2 പേർ വരുന്നു. അതാരെന്നാൽ മുൻപ് അവരുടെ നാട്ടില് താഴ്ന്ന ജാതിയിലെ പയ്യനൊപ്പം ഒളിച്ചോടി പോയൊരു പെൺകുട്ടിയില്ലേ, സുമതിയുടെ അച്ഛൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അത് ചോദിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ 2 പയ്യന്മാരും എത്തിയിരിക്കുന്നത്. എന്റെ സഹോദരി ഒരു പയ്യനെ സ്നേഹിച്ചതിന് നിങ്ങൾ എന്തെല്ലാം പ്രശ്നമുണ്ടാക്കി, നിങ്ങളുടെ വീട്ടിൽ എന്തുമാകാമല്ലേ, ഈ ഒരു ചടങ്ങ് ഞാൻ നടത്തില്ല എന്ന് പറഞ്ഞാണ് അവൻ പ്രശ്നമുണ്ടാക്കുന്നത്. നിന്റെ അച്ഛൻ വിളിച്ചിട്ടാണ് നിന്റെ വീട്ടിൽ ഞാൻ വന്നത്. എന്റെ വീട്ടിലെ ചടങ്ങ് നടത്തുന്നതിന് എനിക്ക് നിന്റെ അനുവാദം വേണോന്ന് ചോദിച്ച് അവന്മാരെയൊക്കെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. എന്നാൽ സുമതി അകത്തേക്ക് വരുമ്പോഴോ സുമതിയോട് ചേച്ചി ഒന്ന് സ്നേഹത്തിൽ സംസാരിക്കുന്നത് പോലുമില്ല. നല്ല ദേഷ്യമാണ്. ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് എനിക്കാരും ഇതുപോലുള്ള ചടങ്ങൊന്നും നടത്തിയില്ലല്ലോ. അല്ലെങ്കിലും ഇവളോടാണ് എല്ലാവർക്കും സ്നേഹം. ഒളിച്ചോടി പോയിട്ട് തിരികെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് കുത്തി കുത്തി സംസാരിക്കുന്നു. മാത്രവുമല്ല, സഹോദരനായ ശ്രീക്കും സുമതിയോട് വലിയ സ്നേഹമൊന്നുമില്ല. കാരണം സുമതി താഴ്ന്ന ജാതിയിൽപ്പെട്ട പയ്യനൊപ്പം ഒളിച്ചോടി പോയതുകൊണ്ട് തന്നെ ശ്രീ ക്ലാസ്സിലെത്തുമ്പോൾ പിള്ളേരൊക്കെ ശ്രീയെ കളിയാക്കുമായിരുന്നു. ഒടുവിൽ ശ്രീക്ക് പഠിത്തം നിർത്തേണ്ടി വന്നു. അതിന്റെ ദേഷ്യം ശ്രീക്ക് സുമതിയോടുണ്ട്. സുമതിയോട് അല്പമെങ്കിലും സ്നേഹത്തോടു കൂടി മിണ്ടുന്നത് സുമതിയുടെ സഹോദരി മാത്രമാണ്. എന്റെ ഫോണെത്തി എടുത്തു തരുമോ എന്ന് ശ്രീയോട് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ നീ പോയി എടുക്കെന്ന് പറഞ്ഞിട്ടാണ് ശ്രീ അവിടെ നിന്ന് പോകുന്നത്. അമ്മ അവനെ ഒരുപാട് വഴക്ക് പറയും. അങ്ങനെ തന്റെ സഹോദരിക്കൊപ്പം ഇരിക്കുന്ന സമയം തന്റെ വീടിന്റെ ഫോട്ടോയും ഭർത്താവിനൊപ്പം കറങ്ങാൻ പോയതുമൊക്കെ അവൾ കാണിച്ചു കൊടുക്കുന്നു. തന്റെ ചേച്ചി നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കുന്നത് കണ്ട് ഇനി ഞാൻ എന്നാ ഇതുപോലെ ഫ്രീഡത്തോടു കൂടി ജീവിക്കുന്നത് എന്നതായിരുന്നു സഹോദരി പറയുന്നത്. നീ നന്നായിട്ട് പഠിക്ക്, അപ്പോൾ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാമെന്നതായിരുന്നു സുമതിയുടെ മറുപടി. അത് കേട്ടതും സഹോദരി വല്ലാതെ സങ്കടപ്പെടുന്നു. കാരണം സുമതിയെ പഠിക്കാൻ വിട്ടത് കൊണ്ടാണല്ലോ സുമതി ഒളിച്ചോടി പോയത്. അതുകൊണ്ട് തന്നെ സുമതിയുടെ സഹോദരിയുടെ പഠിത്തവും അച്ഛൻ അവസാനിപ്പിച്ചു. ആ ഒരു കാര്യം സുമതി അറിയുമ്പോൾ സുമതിക്ക് വല്ലാതെ സങ്കടം വരികയാണ്. അന്നേ ദിവസം രാത്രി അമ്മ എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണ്. തന്റെ സഹോദരനെയും സുമതി അടുത്തേക്ക് വിളിച്ചിരുത്തുന്നു. നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വന്ന സമയത്ത് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ എനിക്ക് മാറിയെന്ന് സഹോദരൻ മറുപടി പറയും. എല്ലാവർക്കും ഓരോ ഉരുള ചോറ് വെച്ച് കൊടുക്കുകയാണ്. അതേ സമയമായിരുന്നു അച്ഛനകത്തേക്ക് വരുന്നത്. അച്ഛനെയും ആഹാരം കഴിക്കുവാനായിട്ട് സുമതി ക്ഷണിക്കും. അച്ഛനാണെങ്കിലോ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഒരു പൊതിയുമായിട്ട് പോകുന്നു. എന്നിട്ട് വെള്ളവും എടുത്ത് തിരികെ വന്ന് സുമതിക്കടുത്തിരിക്കും. ആഹാരവും കഴിക്കുന്നുണ്ട്. സുമതി വെള്ളം കുടിച്ചു കഴിഞ്ഞതും സുമതി കുടിച്ച മൊന്തയിലെ വെള്ളം അച്ഛൻ കളയുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞ സമയം അച്ഛൻ പറയുന്നുണ്ട്, എല്ലാവരും വരുന്നത് മണ്ഡപത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മണ്ഡപത്തിലേക്ക് പോ. നാളെ ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പറഞ്ഞ് വീട്ടിലുണ്ടായിരുന്നവരെ എല്ലാവരെയും ഓഡിറ്റോറിയത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അച്ഛനും അമ്മയും സുമതിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സുമതിക്ക് ക്ഷീണം കാരണം കിടക്കുവാനായിട്ട് റൂമിലേക്ക് പോകുന്നു. സുമതി റൂമിലേക്ക് എത്തിയതും അച്ഛനും അമ്മയും ഇരുന്ന് സംസാരിക്കുന്നത്, എന്തായാലും നമ്മുടെ മകള് വീട്ടിലേക്ക് വന്നല്ലോ, ഇനി എന്തായാലും സമാധാനമായി. ഇത്രയും നാള് നമ്മൾ ഒരു ഫംഗ്ഷന് പോലും പങ്കെടുക്കാൻ പോകാതിരുന്നത് ഇതേ കാരണം കൊണ്ടല്ലേ. ഇനി എന്തായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് സുമതിയുടെ അമ്മ പറയുമ്പോൾ, ആര് പറഞ്ഞു പ്രശ്നങ്ങളില്ല എന്ന്? അതൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അതേ സമയമായിരുന്നു സുമതിക്ക് എന്തോ വെപ്രാളം പോലെയൊക്കെ തോന്നുകയും ഛർദ്ദിക്കാനൊക്കെ വരുന്നത് കൊണ്ട് അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. സുമതി ബാത്റൂമിൽ പോയി ഛർദ്ദിച്ചിട്ട് വരുന്നു. ഗർഭിണികൾക്ക് വരുന്ന ഛർദ്ദിലായിരിക്കുമെന്നാണ് അമ്മയും സുമതിയും കരുതിയത്. സുമതി റൂമിലേക്ക് ചെന്ന് കിടക്കുമ്പോഴും സുമതിക്ക് ശ്വാസം കിട്ടുന്നതേയില്ല. അമ്മയും അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴോ ശ്വാസം കിട്ടാതെ സുമതി വെപ്രാളപ്പെടുകയാണ്. ഉടനെ തന്നെ അച്ഛനെ വിളിച്ചിട്ട് ഒരു വണ്ടി വിളിക്ക്, നമുക്ക് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ, ഞാൻ വിളിക്കാമെന്ന് കൂളായിട്ടാണ് അച്ഛൻ സംസാരിക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ഹരി കോള് ചെയ്യുന്നതും. ഹരിയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ സുമതിയുടെ കയ്യിൽ നിന്നും അച്ഛൻ ഫോൺ പിടിച്ചു വാങ്ങുന്നു. അതേസമയം സുമതി ബ്ലഡ് ഛർദ്ദിക്കുകയാണ്.
അത് കണ്ടതും അമ്മ വല്ലാതെ വെപ്രാളപ്പെടും. നിങ്ങൾ എന്തെങ്കിലും ചെയ്, വണ്ടി വിളിക്കെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ കൂളായിട്ട് തന്നെ നിൽക്കുന്നു. ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മ പോകുവാനായി ഇറങ്ങുമ്പോൾ മകളെ നന്നായിട്ട് വളർത്താൻ പോലും അറിയില്ല, എന്നിട്ട് അവളെ കൊല്ലാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അമ്മയെ അകത്തേക്ക് വിളിക്കുന്നു. അതേസമയം അമ്മയ്ക്കും മനസ്സിലായി, സുമതിക്കും മനസ്സിലായി, അച്ഛൻ അവളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് വിഷം കൊടുത്തിരിക്കുകയാണെന്ന്. സുമതിക്ക് കുടിക്കുവാൻ വേണ്ടിയിട്ട് അച്ഛനൊരു മൊന്തയിൽ വെള്ളം കൊടുത്തില്ലേ, ആ വെള്ളത്തിലാണ് അച്ഛൻ വിഷം കലക്കിയത്. അമ്മ അച്ഛന്റെ കൈ വെട്ടിച്ച് ഞാൻ ആരെങ്കിലും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. സുമതിക്കാണെങ്കിലോ വല്ലാത്ത വെപ്രാളം. അച്ഛൻ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ അച്ഛന്റെ കൺമുന്നിൽ പോലും വരില്ല, എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നൊക്കെ സുമതി പറയുമ്പോൾ അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. നീ ഞങ്ങളെ എല്ലാവരെയും നാണം കെടുത്തി ഇവിടെ നിന്ന് പോയപ്പോൾ പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം നിനക്കറിയില്ലല്ലോ. നീ ഗർഭിണിയാണെന്നുള്ളത് നീ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടപ്പോൾ അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവ് കണ്ടു. അതോടെ അവൻ നിന്റെ ചേച്ചിയെ ഉപേക്ഷിച്ചു പോയി. നിന്റെ സഹോദരിക്ക് നല്ലൊരു കല്യാണാലോചന വരുമോ? അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമോ? അതൊക്കെ നീ ചിന്തിച്ചോ എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. സഹോദരിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടില്ലേ? അവൾക്ക് നല്ല പയ്യനെ ഞാൻ കൊണ്ടുവരാം. എന്നെ വെറുതെ വിടണം. എന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് സുമതി അച്ഛന് മുന്നിൽ കെഞ്ചുന്നു. പക്ഷേ അച്ഛനത് കേൾക്കുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. അച്ഛൻ അപ്പോഴും വാശിയിൽ തന്നെയാണ്. ഒരു താഴ്ന്ന ജാതിക്കാരന്റെ കുഞ്ഞിനെയാണല്ലോ നീ വയറ്റിൽ ചുമക്കുന്നത് എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. സുമതിക്കാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. അവളുടെ വായിൽ നിന്നും രക്തം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സുമതിക്കാണെങ്കിലോ ബാത്റൂമിൽ പോകുവാനായിട്ടും അത്യാവശ്യം. അച്ഛാ, ഞാൻ എന്തായാലും മരിക്കും. എന്നെ എന്തായാലും ബാത്റൂമിലേക്കൊന്ന് കൊണ്ടുപോ. ഞാൻ മരിക്കുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ടെങ്കിലും ഇരിക്കട്ടെ എന്നാണ് സുമതി അച്ഛനോട് പറയുന്നത്. അതിനു പോലും അച്ഛൻ തയ്യാറായില്ല. ഒടുവിൽ സുമതി ഇരുന്ന ഇരിപ്പിൽ തന്നെ യൂറിൻ പാസ് ചെയ്യുകയാണ്. അച്ഛന്റെ മക്കളിൽ ഏറ്റവും ഇഷ്ടം അച്ഛൻ എന്നോടല്ലേ? എന്നിട്ട് അച്ഛൻ എന്തിനായി ഇത്രയ്ക്കും നരകയാതന എനിക്ക് തന്നത്? ഞാൻ വേദന അനുഭവിക്കുന്നത് അച്ഛൻ കാണുന്നില്ലേ? അച്ഛൻ എങ്ങനെ ഇതിന് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ചിറ്റപ്പൻ എന്നോട് പറഞ്ഞത് ഈ ഒരു വിഷം കഴിക്കുമ്പോൾ 10 മിനിറ്റിനുള്ളിൽ മരിക്കുമെന്നാണ്. നീ ഇത്രയും നരകിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നുള്ള കാര്യം അച്ഛൻ പറയുന്നു. അതേസമയം തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അനക്കമില്ല എന്നുള്ള കാര്യം സുമതിക്ക് മനസ്സിലായി. എന്നാൽ സുമതിയുടെ അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ സുമതിക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ സുമതി ജനലിലൂടെ കൈയിട്ട് അച്ഛന്റെ ഷർട്ടിൽ പിടിക്കുന്നു. നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുമോ? എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് അവൾ വല്ലാതെ വയലന്റ് ആവുകയാണ്. കുറേ നേരം കഴിഞ്ഞതും സുമതി നരകിച്ച് നരകിച്ച് മരണപ്പെടുന്നു. സുമതി മരിച്ചുവെന്ന് ഉറപ്പിച്ച അച്ഛൻ പുറത്തേക്ക് വന്നിട്ട് ചിറ്റപ്പനെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. ചിറ്റപ്പൻ പോയി കഴിഞ്ഞതും സുമതിയെക്കുറിച്ച് ആലോചിച്ച് അച്ഛൻ പൊട്ടിക്കരയുന്നുണ്ട്. സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെ സ്വന്തം അഭിമാനമാണ് വലുതെന്ന് ചിന്തിച്ച് അത്രയ്ക്കും ക്രൂരമായ പ്രവൃത്തിയാണ് ദേ ഈ ക്രൂരനായ അച്ഛൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ വിവരമറിഞ്ഞ് ഹരി അവിടേക്ക് എത്തുന്നു. തന്റെ ഭാര്യയും കുഞ്ഞും മരണപ്പെട്ടു പോയി എന്നത് ഹരിക്ക് ഉറപ്പായി. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് സുമതിയുടെ അച്ഛനാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഹരി ഓടി വന്നതും അച്ഛനിട്ട് രണ്ട് കൊടുക്കുകയും പോലീസുകാരെയും കൂട്ടിയാണ് ഹരി വന്നിരിക്കുന്നത്. സുമതിയുടെ അച്ഛനാണത് ചെയ്തതെന്ന് ഹരി പോലീസുകാരോട് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. സുമതിയുടെ അമ്മയാണ് സാക്ഷി പറഞ്ഞതും. അമ്മയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ കണ്ടത്. എന്നാൽ കോടതിക്ക് വേണ്ടത്ര തെളിവുകളൊന്നുമില്ലായിരുന്നു. സുമതിയുടെ അമ്മയാണല്ലോ സാക്ഷി പറഞ്ഞത്. സുമതിയുടെ അമ്മയ്ക്ക് തന്റെ മകളുടെ മരണം നേരിൽ കണ്ടതുകൊണ്ട് മാനസിക നില തെറ്റിയതാണെന്നും അതുകൊണ്ടാണ് അച്ഛന്റെ പേര് പറയുന്നത് എന്നുള്ള കാരണം കൊണ്ട് അച്ഛനെ വെറുതെ വിടുകയും ചെയ്തു. അതോടുകൂടി ഈ ഒരു സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.